നവംബർ 21 കന്യകാ മാതാവിന്റെ കാഴ്ചവെപ്പ് തിരുനാളിൽ ആഗോളസഭ. ഭക്തരായ യഹൂദ മാതാപിതാക്കന്മാർ തങ്ങളുടെ കുട്ടികളെ ദൈവത്തിന് കാഴ്ചവെക്കുക വളരെ സാധാരണമായ ഒരു കാര്യമാണ്. ചിലർ തങ്ങളുടെ കുട്ടികളെ ദൈവാലയത്തിൽ പുരോഹിതന്മാരുടെ സംരക്ഷണത്തിൽ ഭക്തസ്ത്രീകളുടെ മേൽനോട്ടത്തിൽ താമസിപ്പിക്കാറുണ്ടായിരുന്നു. അവർക്കായി പ്രത്യേക മുറികൾ തന്നെ ദൈവാലയത്തിൽ അന്നുണ്ടായിരുന്നു. ഹേലി എന്ന പുരോഹിതനോടുകൂടെ സാമുവേൽ താമസിച്ചിരുന്ന കാര്യം സാമുവേലിന്റെ 1-ാം പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അതുപോലെ അന്ന തന്റെ മകളെ ദൈവാലയത്തിൽ വളരാനാണ് അനുവദിച്ചത്. 3 വയസ്സുള്ളപ്പോൾ കന്യകാ മറിയത്തെ നസ്രത്തിൽ നിന്നും 128 കിലോമീറ്ററോളം യാത്ര ചെയ്ത് ജെറുസലേം ദേവാലയത്തിൽ കൊണ്ടുവന്ന് കാഴ്ചവെച്ചുവെന്നാണ് പാരമ്പര്യം. ആ ശിശു പ്രസാദപരപൂർണയായിരുന്നു. മാലാഖമാരുടെ വിസ്മയ പാത്രമായിരുന്നു അവൾ. പിതാവ് തന്റെ മകളായും പുത്രൻ തന്റെ അമ്മയായും പരിശുദ്ധാത്മാവ് തന്റെ മണവാട്ടിയായും ആ കുഞ്ഞിനെ വീക്ഷിച്ചിരുന്നു. മറിയം നിത്യകന്യാത്വം വാഗ്ദാനം ചെയ്തു. വരാനിരിക്കുന്ന രക്ഷകന്റെ അമ്മയായി ദൈവത്തിന്റെ ദാസിയായി തന്നെ തിരഞ്ഞെടുക്കണമെന്ന് താൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരുന്നതെന്ന് മറിയം തന്നെ വിശുദ്ധ ബ്രിജിറ്റിന് വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പാരമ്പര്യം. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ കാഴ്ചവെപ്പ് തിരുനാൾ മംഗളങ്ങൾ നേരുന്നു. രക്ഷകന്റെ അമ്മയായ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ.